നമ്മൾ മൂന്നാളും കൂടി നമ്മളെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണൂർ പ്രസ് ക്ലബ്ബ് പോകുന്നേ. ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്ന കേട്ടാ. 10 മണിക്ക് വിളിച്ചിട്ട് പറയാം 11 മണിക്ക് പ്രസ് ക്ലബ്ബിലെത്തണമെന്നേ. എടുപിടി അങ്ങനെ ഇറങ്ങിയതാന്നേ. പോകാൻ നോക്കുമ്പോൾ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, എല്ലാവരും ഓരോ തിരക്കിലാന്നേ. അവസാനം ഷോപ്പ് നമ്മളെ വിജേഷിനെ കൂട്ടി പിന്നെ ശ്രുതിനെ നിർബന്ധിച്ച് കൂട്ടിയിട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത് കേട്ടാ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയേ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് വല്ല ധാരണ ഒന്നും ഉണ്ടായിട്ടില്ലേ. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളെ കാര്യം നിങ്ങൾ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞോന്ന്. അങ്ങനെ സംഗതി തുടങ്ങിയേ. എൻ്റെ പേര് ബൈജു. ഞാൻ കമ്പൽ ജീസൻസ് ഗോൾഡിൻ്റെ ഓണറാണ്. അപ്പോൾ എനിക്കൊരു ചാനലുണ്ട്, ബൈജു ജീസൻസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ചാനലിൻ്റെ പേരിൽ നമ്മളൊരു ചാരിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കമ്പൽ ടൗണിൽ പഞ്ചായത്ത് കിണറിൻ്റെ സമീപത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുള്ള. ഞാൻ കാര്യം പറഞ്ഞു തുടങ്ങി. ചാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കൊന്ന് തിരക്കുണ്ടാണോ അല്ലെങ്കിൽ ചാരിറ്റി എന്ന് കേട്ടോണ്ടാന്ന് അറിയില്ല, കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയി. പിന്നെ ബാക്കിയുള്ള കുറേ പത്രപ്രവർത്തകർ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലുള്ള കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമാവട്ടെ, അവർക്ക് ഭക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗിഫ്റ്റ് ബോക്സിൽ നമ്മൾ എല്ലാ മാസവും സാധനങ്ങൾ നിക്ഷേപിക്കും. അതുപോലെ നാട്ടുകാർക്കും ആർക്കും വേണ്ടെങ്കിലും ഇതിൽ സാധനം നിക്ഷേപിക്കുക. തുറന്നിട്ട ഒരു ബോക്സാണിത്. അപ്പോൾ അതിന്ന് ആർക്കും വേണ്ടിക്കണം, അതായത് കഷ്ടത അനുഭവിക്കുന്ന ആർക്കും വേണ്ടെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ടാകുന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഗിഫ്റ്റ് ബോക്സിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ വേറൊരു ബോക്സ് കൂടി വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ല, ഈ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇപ്പോൾ വീട്ടിൽ കിടപ്പ് രോഗികൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ബെഡ്, വാട്ടർ ബെഡ് അല്ലെങ്കിൽ വീൽ ചെയർ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതി അവരുടെ ഡീറ്റെയിൽ, ഫോൺ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മാസത്തിൽ നമുക്ക് പറ്റുന്നത് നമ്മൾ വാങ്ങിക്കൊടുക്കും ചെയ്യും. പിന്നെ ആ ബോക്സും ഓപ്പണാണ്. അപ്പോൾ അതിലുള്ള എഴുത്ത് ആർക്ക് വേണ്ടിക്കലും, നമ്മുടെ നാട്ടുകാർക്ക് ആർക്ക് വേണ്ടിക്കലും എടുത്ത് അവർക്ക് വേണ്ടെങ്കിൽ അവർക്കും ചെയ്യാം സഹായം. അപ്പോൾ നമ്മൾ ഈ ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാരിറ്റി എന്നുള്ളത് ഞാൻ പണ്ടേ ചെയ്യുന്നൊരു കാര്യം. അതുപോലെ നമ്മളെ നാട്ടിലുള്ളവർക്ക് കൂടി ഈ ദാനം കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ദാനം കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ഇത് കാണുമ്പോൾ അവർക്ക് തോന്നില്ല, ചെയ്യണം തോന്നില്ല. അങ്ങനെ എല്ലാവരെയും ഈ ദാനം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരുത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് അവിടെ സെറ്റാക്കിയിട്ടുള്ളത്. സാധനങ്ങൾ വെച്ചാൽ ഒരു വീട്ടിൽ ഉപയോഗിക്കേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും, അതിൽ കേടുപാട് കൂടാത്ത സാധനം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പാകം ചെയ്ത ഭക്ഷണ വർഗ്ഗങ്ങൾ മുതൽ ബേക്കറി ബിസ്ക്കറ്റ് മുതൽ ഡ്രസ്സ്, വീട്ടിൽ ഒരുക്കിയിട്ട് രണ്ടോട്ടിട്ട് ഉരി വെക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട്, അതെല്ലാം അലക്കി ഇസ്തിരിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കുന്ന രീതി. പിന്നെ കളിപ്പാട്ടം, ബുക്കുകൾ, പെന്നുകൾ. അപ്പോൾ ആ രീതിയിൽ കുറച്ചൊരു വലിയൊരു ഗിഫ്റ്റ് ബോക്സ് ഞാൻ സെറ്റാക്കിയിട്ടുള്ള, എല്ലാം അതിൽ കൊള്ളണമല്ലോ, ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ നമ്മളതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാലേ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. നിലവിൽ എൻ്റെ ജ്വല്ലറിയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, സാധനം കൊണ്ട് തുണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നിക്ഷേപിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 7-ാം തീയതി, ഈ ജൂൺ മാസം 7-ാം തീയതിയാണ് അതിൻ്റെ ഓപ്പണിങ്. അന്ന് എല്ലാവർക്കും നേരിട്ട് വെക്കാം. അന്ന് സ്ഥലം MLA ഗോവിന്ദ മാഷാണ് വരുന്നത്. അപ്പോൾ ഓരോ കയ്യിൽ നേരിട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. പ്രസ് മീറ്റിംഗ് എന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കുന്നത്. എനിക്ക് തോന്നി ഇതങ്ങനെ വല്ല ചൂടുള്ള വാർത്തയും കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. അങ്ങനെ സംഗതി മതിയാക്കി നമ്മൾ ഇറങ്ങിയേട്ടാ. നമുക്കിനി കുറച്ച് ദൂരം നടക്കണം. വണ്ടി കുറേ ദൂരെ വെച്ചേട്ടാ. ഈ പ്രസ് ക്ലബ്ബിലുണ്ടല്ലോ, പാർക്കിങ് കാര്യം സൗകര്യമൊന്നുമില്ല കേട്ടാ. ഇതൊരു പഴയ ബിൽഡിംഗാണ്, ആ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല. കുറച്ച് ദൂരം നടന്നപ്പോൾ ഇതാ നമ്മളെ അമ്മമ്മ കേട്ടാ. ഈ അമ്മമ്മ ഞാൻ മുമ്പ് കണ്ടതാണ്, മുമ്പ് ബോച്ചയൊക്കെ പോയി കണ്ടത് അമ്മമ്മയാണ്. അമ്മമ്മ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടില്ല, കുറച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി. അമ്മമ്മ കെട്ടിപ്പിടിച്ച് ലോകിയെല്ലാം പറഞ്ഞ് നമ്മളങ്ങനെ അവിടുന്ന് വിട്ട് ഇനി നേരെ നാട്ടിലേക്ക് കേട്ടാ.